ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡിവിഷൻ മാച്ചാണ്. ഡിവിഷൻ 3യിലാണ് കറലി നിൽക്കുന്നത്. അപ്പോൾ ഡിവിഷൻ 3യിലെ മാച്ചാണ്. ഒപ്പോണ്ടും കേരള ബ്ലാസ്റ്റേഴ്സാണ്. അപ്പോൾ രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തമ്മിലൊരു കളിയാണ്. ഫസ്റ്റ് മാച്ചിൽ ഇറക്കി കളി തുടങ്ങിയിട്ടുണ്ട്. നോക്കി നോക്കാം. അസാഡ് പോസ്റ്റിലേക്ക് കയറി വരികയാണ്. അസാഡിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. കിട്ടിയില്ല. ഷോട്ടൊന്നും ബാക്കിയുണ്ട്. കോട്ടക്സ് സേവ് ചെയ്തു. പാസ് ചെയ്യാം. പാസ് ചെയ്യാം. റൗളിൽ നിന്ന് പാസ് കൊടുക്കാം. ഷോട്ടൊക്കെ അല്ലേ പോകണേ. പാസ് കൊടുക്കുമ്പോൾ ഷോട്ടൊക്കെ പോകണേ. ഡെമ്പലിന് കിട്ടിയിട്ടുണ്ടെങ്കിലേക്കോ ഗോൾ അടിച്ചു. അങ്ങനെ ഒരു ഗോളിന് ലീഡ് പിടിച്ചിട്ടുണ്ട്. നോക്കി നോക്കാം ഇനി എന്താവുന്നു. കോർണർ കിട്ടിയിട്ടുണ്ട്. ഫർഡിനാണ് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരനങ്ങ് വെച്ച് കൊടുക്കാം. പുള്ളിക്കാരൻ്റെ അടുത്തോടെ പുള്ളിക്കാരെങ്കിലും ഹെഡ് ചെയ്തിട്ടുള്ളൂ. അടിച്ചിട്ടുണ്ട്. ഫർഡിൻ്റെ അകത്ത് ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 2-0 ലീഡായിട്ടുണ്ട്. ഒപ്പോണ്ട് അറ്റാക്ക് വരെയാണ്. ബാറ്റിസ്മാൻ ടാക്കിൾ ചെയ്ത് നോക്കാം. ടോണി ടാക്കിൾ ചെയ്തു. മിക്കവാറും കാർഡ് കിട്ടുമെന്നുണ്ട്. റെഡ് കാർഡ്, സ്ട്രെയിറ്റ് റെഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരാവശ്യം ഉണ്ടായില്ല. ടാക്കിൾ ചെയ്യണ്ടേ. മര്യാദയ്ക്കാണ് നിർത്തി കളിപ്പിച്ചാൽ മതിയായിരുന്നു. സബ്ബർക്കാം. അടുത്ത സെൻട്രൽ ബാക്കിന് സബ്ബർക്കാം. റൗണ്ടിൽ മാറ്റിയിട്ട് ഇറക്കിവിടാം. ഫോർമേഷൻ ഒന്ന് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇനി കളിച്ചു നോക്കാം. വീണ്ടും ഒപ്പമുണ്ടല്ലാണ് ബോള് ടാക്കിൾ ചെയ്ത് കിട്ടിയില്ല. ഓരോച്ച് കയറിയുണ്ട്. ഓടി ടാക്കിൾ ചെയ്ത് നോക്കാം. പുള്ളിക്കാരൻ ആരും മേത്തോട്ടില്ല. എന്നിട്ട് ഫൗൾ വിളിച്ചിട്ടുണ്ട്. റെഡ് കാർഡാ. ടോണി ജോൺസിൻ്റെ പകരം അടുത്ത റെഡ് കാർഡ്. എന്താ അവസ്ഥ. അങ്ങനെ 2 റെഡ് കാർഡായി. ഇനി ആകെ ടീമിലുള്ളത് 9 പേരാ. 9 പേര് വെച്ച് കളിക്കണം. അങ്ങനത്തെ ഒരവസ്ഥയായി. ഇനി പുള്ളിക്കാരനെ മാറ്റിയിട്ട് മഗ്ഗറിനെ ഇറക്കാം. ആരെയും ഗ്രീലിഷിനെ മാറ്റിയിട്ട് മഗ്ഗറിനെ ഇറക്കാം. ഫോർമേഷൻ ഒന്നും കൂടെ അയച്ചു പണിയാം. ഡീഗോ ഫോർലാനെ എംഎഫിലേക്ക് ഇടാം. അതപ്പം നടക്കുള്ളൂ, വേറെ വഴിയില്ല. എന്നിട്ട് ഫോർമേഷൻ SSI സെൻറ്റർ ഫോർവേഡാക്കി. ആയില്ല തോന്നുന്നു. ആയില്ല. അപ്പോണ്ട് നല്ല ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യട്ടെ. CFിലേക്ക് ആയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇങ്ങനെ ഒന്ന് കളിക്കാം. അതങ്ങനെ ഇങ്ങനെ റെഡ് കാർഡ് കിട്ടി. അതാണ് മനസ്സിലാവാത്തത്. പുള്ളിക്കാരൻ ആരും തൊട്ടിട്ടില്ല. പക്ഷെ റെഡ് കാർഡായി. ഇങ്ങനെയാണോ. ഒപ്പോണ്ട് അറ്റാക്കിനൊക്കെ ഇട്ടുണ്ട്. നോക്കിയിട്ട് കൊടുക്കാം. അവിടെ വെക്കേണ്ട ബോള്. ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ 9 പേര് വെച്ചാൽ ഈ സെക്കൻഡ് ഹാഫ് ഉണ്ടാവുക. സെക്കൻഡ് ഹാഫ് ഒപ്പോണ്ടിൻ്റെ അകത്തോടുകൂടി കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഫർണാണ്ടോ എടുത്തു. ബാക്കിലേക്ക് പാസ് വയ്ക്കുക. നല്ല റണ്ണെടുക്കുന്നുണ്ട്. ഡെമ്പല്ല കറ പിടിച്ചു നോക്കാം. ഒരാവശ്യം ഉണ്ടായില്ല. കുറച്ചുകൂടി കേൾപ്പിട്ട് അടിച്ചാൽ മതി. പാസ് വെച്ചിട്ടുണ്ട്. ഡെമ്പല്ല ഫോർലാനും കൊടുക്കണം. ഇങ്ങോട്ടൊക്കെയാണ് പോണത്. റൈറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് കയറ്റിട്ടൊരു സ്റ്റാൻഡിങ് അടിച്ചേക്കാം. അടിക്കി അത് ഗോളിങ് സേവ് ചെയ്തു. ഒപ്പോണ്ട് അറ്റാക്ക് വരെയാണ്. ടാക്കിൾ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. കിട്ടിയില്ല. മിക്കവാറും വളവും കാരണം ആൾക്കാരും ഇല്ല ബാക്കിൽ. പ്രാക്ടീസ് കിട്ട പാസും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ബോളായി. അങ്ങനെ 2-1. ഇനി ആകെ ഒരു ഗോളിനെ ലീഡുള്ളൂ. പ്ലേയേഴ്സും കുറവാ ടീമിൽ. ഇനി എന്താവുന്നു ദൈവത്തിനറിയാം. കിട്ടിയ ബോള് കൊണ്ട് കളഞ്ഞു. ടാക്കിൾ ചെയ്ത് നോക്കാൻ പറ്റും. ടാക്കിൾ ചെയ്ത് എന്തായാലും കാർഡ് കിട്ടും. ഏത് കാർഡാണെന്ന് അറിയാൻ റെഡ് കിട്ടാണ്ടിരിക്കാൻ മതിയായിരുന്നു. റെഡാണോ അല്ല, യെല്ലോ കാർഡെല്ലാം ഒതുങ്ങുന്നുണ്ട്. ഇപ്പോൾ അറ്റാക്ക് വരെയാണ്. ടാക്കിൾ ചെയ്ത് നോക്കാം. അത് സ്റ്റേറ്റ് റെഡ് കിട്ടുന്നതുകൊണ്ട്. അതെ, സ്റ്റേറ്റ് റെഡ് ഇട്ടിട്ടുണ്ട്. ഹരിവക്കാരൻ. അങ്ങനെ 3 റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. 3 റെഡ് കാർഡായി. ഇപ്പോൾ ടീമിലാകെ 8 പേരുമായി. സബ്ബർക്കട്ടെ വീട്ട്. ഇനി പുയ്യോളിനിറക്കാം. ആരും മാറ്റും. ബെല്ലിഹാമിനെ മാറ്റാം. അത് നല്ലത്. അതെ, ബെല്ലിഹാമിനെ മാറ്റാം. പുയ്യോളിനിറക്കാം. ഫോർമേഷൻ ഇങ്ങനെ ഇട്ടാലോ. ഇങ്ങനെ ഇട്ടാൽ മിഡ് പൊട്ടും. കാരണം മിഡ് നല്ല ഗ്യാപ്പാണ്. സൈഡിലേക്ക് മാറ്റാം. സെൻറ്റർ ഫോർവേഡ് വേണ്ട ടീമിൽ ആരെങ്കിലും ഇറക്കണം. ആരെങ്കിലും ഗ്രീസ്മാൻ ഇറക്കാം. ഗ്രീസ്മാനെ മുന്നിലേക്ക് ആക്കാം. അത് മതി. ഇപ്പോൾ
ഫ്രണ്ട് ഇല്ലാണ്ട് കളിക്കാം, അതപ്പം നടക്കുന്നു. 3 റെഡ് കാർഡ് പോയി. ബോള് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരും. അവിടെ വെച്ചാൽ ശരിയാവില്ല. വെള്ളത്തെ ബോളോട് കൂടെ റെഡ് കാർഡ് ത്രൂ വയ്ക്കാം. നല്ല ആൾക്കാർ വെച്ച് പോയി, ഒന്നും കിട്ടിയില്ല. അടുത്ത ടാക്കിൾ ചെയ്യാം, വേറെ വഴിയില്ല. അതിപ്പോൾ അടുത്ത കാർഡ് കിട്ടും. കാർഡ് ഒന്നുമുണ്ട്. അതെ, അടുത്ത കാർഡിന് കിട്ടും. അടുത്ത കാർഡ് കിട്ടിയൊന്നും അറിയില്ല, സ്കിപ്പായിപ്പിക്കും. അതെ, അടുത്ത യെല്ലോ കാർഡും കിട്ടി. അത് റെഡ് കാർഡായി. അങ്ങനെ 4 റെഡ് കാർഡ് കിട്ടി. ടീമിലാകെ 7 പേരുണ്ട്. ഇനി എങ്ങനെ കളിക്കാനാണോ? ത്രൂ വെച്ച് വെക്കാം. കൊണ്ട് അറ്റാക്കറോട് എങ്കിലും പിടിച്ചെടുത്തില്ലെങ്കിൽ കിട്ടില്ല, ഗോളാവും. കാരണം ബാക്കൊക്കെ പൊട്ടിയില്ല, ടാക്കിൾ ചെയ്ത് നോക്കാം, കിട്ടിയില്ല. അങ്ങനെ ഗോളായുണ്ട്. അങ്ങനെ കളി 2-2 ഡ്രോ ആയുണ്ട്. അങ്ങനെ കളി ഡ്രോ ആയുണ്ട്. അപ്പോണ്ട് ഡബിൾ ഡിഫൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണോ 7 പേര് വെച്ചാണ് ഞാനെങ്ങനെ അറ്റാക്ക് ചെയ്ത് കളി പിടിക്കുക? ഗോളാവുമ്പോൾ ടാക്കിൾ ചെയ്യാം. പുതിയ ടാക്കിൾ ചെയ്ത് എന്താ പറയുക, എടുത്ത് ക്ലിയർ ചെയ്യാം. അതും ഡിഫ്ലക്ഷനായി ഔട്ട് പോയിട്ടുണ്ട്. എന്താ കാര്യത്തിൽ കളി ഇപ്പോൾ തീരുമെന്നുകൊണ്ട് എനിക്കറിയാം. ഔട്ട് എടുക്കുമ്പോഴേക്കും കളി തീർന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം കൂടി കിട്ടും. കൊടുത്തുണ്ട്. ഫ്രണ്ടിലൊന്നും ആളില്ല. ക്ലിയർ ചെയ്യാൻ നോക്കാം. കളി തീർന്നുണ്ട്. അങ്ങനെ 4 റെഡ് കാർഡ് കിട്ടിയൊരു കളി. അതിൽ 7 പേര് വെച്ച് കളിച്ചൊരു ഡിവിഷൻ മാച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.